Good morning dear traders, welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ് പ്ലാനും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ലാസ്റ്റ് ഫ്രൈഡേ അതായത് ലാസ്റ്റ് വർക്കിംഗ് ദിവസം നമ്മൾ പറഞ്ഞ ട്രേഡ് പ്ലാനും കാര്യങ്ങളും നമ്മൾ മാർക്കറ്റിൽ പ്ലോട്ട് ചെയ്ത കീ ലെവൽസും കാര്യങ്ങളൊക്കെ എത്രത്തോളം വർക്കൗട്ടായി അതിൻ്റെ ഒന്ന് റിവ്യൂ നടത്തിയിട്ട് നമുക്ക് ഇന്നത്തേക്ക് പോകാം. ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ യൂറോസ്റ്റിൽ പറഞ്ഞ വ്യൂ ബുള്ളിഷ് ആയിരുന്നു. നമ്മൾ കീ ലെവൽസ് ആയിട്ട് പ്ലോട്ട് ചെയ്ത ഏരിയാസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഏരിയ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയ എന്നായിരുന്നു നമ്മൾ ബൈയിങ് ആദ്യമായിട്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ആസ് വി എക്സ്പെക്ട് നമുക്കൊരു ബൈ റാലി കഴിഞ്ഞ വെള്ളിയാഴ്ച കിട്ടിയിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി ഒരു ലണ്ടൻ കിൽസോണിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ടൈമിൽ തന്നെയായിരുന്നു ഈ ബൈ റാലി നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ സോണ് പ്ലാൻ ചെയ്ത പോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞ സോണ് ഈ ഒരു ഏരിയ ആയിരുന്നു. ഈ കാണുന്ന ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു, ഒരു ബുള്ളിഷ് FEG ആയിരുന്നു. അത് അവിടെ നിന്ന് തന്നെ വീണ്ടും മാർക്കറ്റ് ഡൗൺ ആയെങ്കിലും വീണ്ടും വന്നിട്ട് അവിടെ നിന്ന് തന്നെ ബൈ റാലി കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് പറഞ്ഞ ഏരിയ ഈ ഒരു ഹൈയും, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് പറഞ്ഞ ഏരിയ ഇതായിരുന്നു. സെക്കൻഡ് ടാർഗറ്റ് അല്ല, ഫൈനൽ ടാർഗറ്റ് ആയിരുന്നു. സോ എന്താ പറയുക, നമ്മൾ ആ ഫൈനൽ ടാർഗറ്റ് ടിൽ ദിസ് മൊമെന്റ് ഇപ്പോഴും അൺമിറ്റിഗേറ്റഡ് ആണ്. അവിടെ മാർക്കറ്റ് എത്തിയിട്ടില്ല. അവിടെ എത്തുന്നവരെ ഐ എം സ്ട്രോങ്ലി ബുള്ളിഷ്. ഇപ്പോഴത്തെ കേസ് പറയുകയാണെങ്കിൽ ഈ ഒരു ഹൈ മാത്രമൊന്നുമല്ല, ഇപ്പോൾ ഇവിടെ നിന്ന് ഇനിയും വരുന്ന മണിക്കൂറുകളിൽ ബൈങ് തന്നെയാണ് ഞാൻ യൂറോസ്റ്റിയിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. കാരണം സെല്ലേഴ്സ് അത്ര സ്ട്രോങ് അല്ല ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് പ്രൈസ് ആക്ഷൻ വെച്ച് പറയാനാണെങ്കിൽ. ബയേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഓവറോൾ യൂറോസ്റ്റി കൺട്രോളിൽ എടുത്തേക്കുന്നത്. സോ ഐ ആം സ്റ്റിൽ ബുള്ളിഷ് ഓൺ യൂറോസ്റ്റി. ഇപ്പോൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ ഇപ്പോൾ കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ടൈം ഏകദേശം 11:10 ആയിട്ടുണ്ട്. കിൽസോൺ ഓപ്പൺ ആയിട്ടില്ല. കിൽസോൺ ഓപ്പൺ ആവാൻ 20 മിനിറ്റ് കൊണ്ട് ടൈം ഉണ്ട്. അപ്പോൾ കിൽസോൺ ഓപ്പൺ ആയി കഴിഞ്ഞ് ബയേഴ്സിൻ്റെ ആക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും ഞാൻ ബൈ ട്രേഡ്സും കാര്യങ്ങളൊക്കെ യൂറോസ്റ്റിയിൽ പ്ലാൻ ചെയ്യുക. സോ ഐ ആം സ്റ്റിൽ ബുള്ളിഷ് ഓൺ യൂറോസ്റ്റി. നെക്സ്റ്റ് ഡോളറിലെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഡോളറിൽ പറഞ്ഞ വ്യൂ ബെയറിഷ് ആയിരുന്നു. എൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളെല്ലാം മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഡോളർ ഇപ്പോൾ ഈ ഒരു ഡൗൺവേർഡ് മൊമെന്റ് തന്നിരിക്കുന്നത്. സോ ഇവിടെ ബുള്ളിഷ് ആവുന്ന ലോജിക്കില്ല. ഐ ആം ബെയറിഷ് ഓൺ ഡോളർ ഇനി ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്യണത് വരെ, ഈ ഒരു ലോയാണ് ഞാൻ ഡോളറിൽ അൾട്ടിമേറ്റ്ലി നോക്കുന്നത്. ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്യണവരെ ഞാൻ ഡോളറിൽ ബെയറിഷ് ആയിരിക്കും. ഒരു കീ ലെവലായിട്ടൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ട്ലി പറയാനാണെങ്കിൽ ഇവിടെ ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാം. അപ്പോൾ ഡോളർ വരുന്ന മണിക്കൂറുകളിൽ ഒരു ചെറിയ റീട്രേസ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പൊക്കത്തേക്കൊരു ബുള്ളിഷ് റീട്രേസ്മെൻറ്റ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഡോളർ ഈ ഒരു ഏരിയ നിന്നായിരിക്കും അടുത്ത ഷോർട്ട് സെല്ലിംഗ് ഡോളറിന് വരിക. സോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് USD പോലെയുള്ള ഇതിൻ്റെ ഇൻവേഴ്സ് കോറിലേറ്റഡ് പേയേഴ്സ് നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. സോ ഡോളറിൽ ഞാൻ ബെയറിഷ് ആണ്, USD ബുള്ളിഷ് ആണ്. ഞാൻ ഡോളറിൽ ബെയറിഷ് ആകുമ്പോൾ USD മാത്രമല്ലല്ലോ, GBP USD പോലത്തെ കറൻസി പേഴ്സിലൊക്കെ നമുക്ക് എന്താ പറയുക, അവിടെ നല്ല ഡിസ്കൗണ്ട് ഏരിയയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് GBP USDയും ബൈസ് നമുക്ക് നോക്കാവുന്നതാണ്. Okay, so I am bullish on USD and I am bearish on dollar. And finally ഗോൾഡിലെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത് ഗോൾഡ് ഒരു ഓൾ ടൈം ഹൈ അടിക്കും എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചത്. ആൻഡ് ഫൈനലി ഗോൾഡ് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിസ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഏരിയയിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ കണ്ടാൽ മതി. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ആയിരുന്നു ഓൾ ടൈം ഹൈ ആയിട്ട് നിർണ്ണയിച്ചത്. അത് ആ ഒരു കിൽ സോൺ ഓപ്പൺ ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. എക്സാക്ട്ലി ഇതിപ്പോൾ ന്യൂയോർക്ക് ടൈമാണ് ഞാൻ ഇട്ടേക്കണം. ന്യൂയോർക്ക് ടൈം 2 മണി, അതായത് ഇന്ത്യൻ ടൈം രാവിലെ 11:30 ആയപ്പോൾ തന്നെ ഓൾ ടൈം ഹൈ കയറിയിട്ടുണ്ടായിരുന്നു. അതാണ് കിൽ സോൺസിൻ്റെ ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായില്ലേ? കിൽ സോൺ മാർക്കറ്റിൽ റാൻഡമായിട്ട് പറയുന്ന സോൺസും കാര്യങ്ങളൊന്നും അല്ല, കറക്റ്റായിട്ട് മാർക്കറ്റിൽ വോളിയം കയറുന്ന സോൺസിനാണ് നമ്മൾ കിൽ സോൺസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം എക്സാക്ട്ലി ആ 2 മണി, ന്യൂയോർക്ക് ടൈം 2 മണി, അതായത് ഇന്ത്യൻ ടൈം 11:30ക്കാണ് ഈ കാണുന്ന മൊമെൻറ്റം വന്നേക്കണതും മാർക്കറ്റിൽ വോളിയം കയറിയേക്കുന്നതും ഗോൾഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തേക്കുന്നതും. സോ ഇപ്പോൾ ഒരു ഫ്രഷ് ഹൈയിലാണ് ഗോൾഡ് നിൽക്കുന്നത്. സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തായിട്ട് ഗോൾഡിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് സ്റ്റിൽ വി ആർ ബുള്ളിഷ് ഓൺ ഗോൾഡ്. ബെയറിഷ് അല്ല, ബുള്ളിഷ് തന്നെയാണ്. അപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ ഒരു 1 hour ടൈം ഫ്രെയിമിലുള്ള കീ സോൺസ് എല്ലാം നോക്കിക്കൊണ്ടായിരിക്കും, കീ ലെവൽസ് എല്ലാം നോക്കിക്കൊണ്ടായിരിക്കും ഗോൾഡിൽ ട്രേഡിങ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. അടുത്ത ഒരു സെല്ലിംഗ് പ്രഷർ കാണുന്ന ഏരിയ ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പറയുന്ന ഒരു ഏരിയയാണ് 2678 എന്ന് പറഞ്ഞൊരു ഏരിയ. ഇവിടെയാണ് അടുത്തതായിട്ട് ഞാനൊരു സെല്ലിംഗ് പ്രഷർ വരാൻ ചാൻസ് ഉള്ളതായിട്ട് കാണുന്നത്. സോ അണ്ടിൽ ദാറ്റ് ലെവൽ ഐ ആം ബുള്ളിഷ് ഓൺ ഗോൾഡിൽ ടിൽ ദിസ് മൊമെൻറ്റ് ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. കാരണം ബെയറിഷ് ആവാൻ മാത്രം ഒരു തരത്തിലും ഒരു സോണോ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റോ ഒന്നും തന്നെ ഗോൾഡ് നമുക്ക് തന്നിട്ടില്ല. സോ വി ആർ സ്റ്റിൽ ബുള്ളിഷ് ഓൺ ഗോൾഡ്. ആൻഡ് ഫൈനലി നമുക്ക് ഇന്നത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് യൂറോയിൽ ലണ്ടൻ കിൽസോൺ ഇന്ന് യൂറോയിൽ നല്ല മാനിപ്പുലേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ന് 4 ന്യൂസാണ് യൂറോയിലുള്ളത്. ഓറഞ്ച് ന്യൂസ് ഉണ്ട്, അത് ഞാൻ കൂട്ടുന്നില്ല. അതുകൂടാണ്ട് മൊത്തം 4 ന്യൂസ് ഉണ്ട്. 4 ന്യൂസിൽ നല്ല രീതിയിൽ മാനിപ്പുലേഷൻസ്
യൂറോ കറൻസി പേഴ്സിൽ നടക്കും. അതായത് യൂറോ USD, യൂറോ GBP പോലത്തുള്ള പേഴ്സിൽ എന്തായാലും നടക്കും. സോ ഇന്നത്തെ ലണ്ടൻ സെഷനിൽ ഇരിക്കുന്നതിൽ ലോജിക്കില്ല. പിന്നെ ഉള്ളത് GBPയിൽ 4:30 ഉണ്ട്. 4:30 മീൻസ് ഇന്ത്യൻ ടൈം പറയുമ്പോൾ ഏകദേശം 6 മണി ആ ടൈം കണ്ടാണ്, 6 അല്ല 7 മണി ആ ടൈം കണ്ടാണ്. അപ്പോൾ ആ ഒരു ടൈമിലും വലിയ ഒരു ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് നോക്കാം. ഇന്ത്യൻ ടൈം 7 മണിയല്ല കേട്ടോ, ഇന്ത്യൻ ടൈം ഏകദേശം ഉച്ചക്ക് 1 മണിക്കൊക്കെ കണ്ടാണ്, 1 മണി 1:30 കണ്ടാണ്. സോ ആ ടൈമിലും GBPയിലും ട്രേഡ് ചെയ്യാനൊരു ലോജിക്കില്ല. ഇന്ന് ന്യൂയോർക്ക് ടൈമിലാണ്, ന്യൂയോർക്ക് ഹിൽസോൺ ടൈമിൽ നോക്കുമ്പോഴത്തേക്കും ഫ്ലാഷ് മാനുഫാക്ചറിങ് PMI ഉണ്ട്. അതൊരു ചെറിയ മൊമെൻ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ഇൻട്രാഡേ ട്രേഡ്സ് ഒന്നും ഞാൻ ഹോൾഡ് ചെയ്യില്ല. സ്വിംഗ് ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സോൺസും കാര്യങ്ങളൊക്കെ മാറ്റിയായിട്ട് ഞാൻ ഹോൾഡ് ചെയ്യാം. സോ ഇന്നത്തെ ദിവസം കുറച്ച് ട്രിക്കിയാണ്, കാരണം ഇത്രയും ന്യൂസ് ഉണ്ട്. വറി ചെയ്യാൻ മാത്രമൊന്നുമില്ല, കാരണം നാളത്തെ ദിവസം മറ്റന്നാളത്തെ ദിവസം ഒന്നും വലിയ ന്യൂസും കാര്യങ്ങളൊന്നുമില്ല. സോ ഇന്ന് നമുക്ക് നല്ല ട്രേഡ് കിട്ടിയില്ലെങ്കിലും പ്രത്യേകിച്ച് വറീഡാവാൻ മാത്രം ഇതൊന്നുമില്ല. നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ ടേൺ ഔട്ട് ചെയ്യുന്നുള്ളത്. എന്തായാലും നാളെയും മറ്റന്നാളൊക്കെ ഉണ്ട് നല്ല ദിവസങ്ങളായിട്ട്, പ്രത്യേകിച്ച് വലിയ ന്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. സോ അതിനനുസരിച്ച് ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. പിന്നെ ഞാനിവിടെ സംസാരിക്കുന്ന സോൺസും കാര്യങ്ങളെല്ലാം ICT കൺസെപ്റ്റുകൾ യൂസ് ചെയ്തിട്ടാണെന്ന് ഞാൻ മുമ്പ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാനീ പറയുന്ന ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളും ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളും ഈ മാർക്ക് ചെയ്യുന്ന ഓരോ കീ ലെവൽസ് എല്ലാം ICT കൺസെപ്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ്. സോ നിങ്ങൾക്കും ICT കൺസെപ്റ്റുകൾ മലയാളത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ കറൻസി ടിപ്സിൻ്റെ യൂട്യൂബ് ചാനൽ ഈ ഒരു പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഈ ICT കൺസെപ്റ്റ്സ് ലേണിംഗ് സീരീസ് മലയാളത്തിലാണ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 19 ടോപ്പിക്സ് നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ കാണാം, 19 ടോപ്പിക്കുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് ടോപ്പിക്കുകളെല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് കാണുക. എന്തെങ്കിലും ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നമ്മൾ ഡെഫിനറ്റ്ലി കറൻസി ടിപ്സിൻ്റെ അഡ്മിൻസും ഞങ്ങൾ മെൻറ്റേഴ്സ് എല്ലാവരും ഓൺലൈൻ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻസി ടിപ്സിൻ്റെ ടെലിഗ്രാം ചാനലുണ്ട്. ഇപ്പോൾ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്. ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു, നമ്മുടെ സ്റ്റുഡൻസ് അല്ലാത്ത പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ടായാലും നിങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന അങ്ങനെ മെൻറ്റേഴ്സ് എടുക്കുന്ന ട്രേഡുകളും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഞങ്ങളുടെ മെൻറ്റേഴ്സ് ഇവിടെ കുറേ ട്രേഡ് സെറ്റപ്സും കാര്യങ്ങളെല്ലാം പബ്ലിക്കിന് വേണ്ടി ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ലേണിംഗ് സീരീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചാറ്റ് ഉണ്ട്, പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള കറൻസി ചാറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ടായാലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, പബ്ലിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കറൻസി ടിപ്സ് ഇവിടെ വെച്ചേക്കുന്നത്. സോ ഇതിൽ ജോയിൻ ചെയ്തിട്ടായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നാളെ കറൻസി ടിപ്സ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ്, ഫൗസ് ഫ്രം കറൻസി ടിപ്സ്.